നമസ്കാരം. സുഭജിത്ത് ടോളിഗഞ്ചിലെ സ്റ്റേഷനിലെ അദ്ദേഹത്തിന്റെ സീറ്റിൽ വന്നിരുന്നിട്ട് അധികം സമയമായിട്ടില്ല. ഇന്ന് ശരിക്കും തിരക്കുള്ള ദിവസമാണ്. ആലപ്പൂർ കോടതിയിൽ 2 കേസിന്റെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പെൻഡിംഗ് ആയിരിക്കുന്ന ചില കേസുകളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. ആ പെൻഡിംഗ് വർക്കൊക്കെ വേഗം തീർക്കണമെന്ന് കരുതിയാണ് അന്ന് സുഭജിത്ത് സ്റ്റേഷനിലേക്ക് എത്തിയത് തന്നെ. അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് ഇരുന്ന് അല്പസമയം കഴിഞ്ഞതും ഒരു കോൾ വന്നു. നമസ്കാരം. വളരെ ഊഷ്മളമായിട്ട് തന്നെ സുഭജിത്ത് ഫോൺ വിളിച്ച ആളോട് ഔപചാരികമായി നമസ്കാരം പറഞ്ഞതും മറുഭാഗത്തുള്ള വ്യക്തി വേഗത്തിൽ സുഭജിത്തിനോട് പറഞ്ഞു, സാർ, ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. എവിടെ? സാർ, ഇവിടെ പാർക്ക് റോഡ് സൈഡിലാണ്, നമ്പർ 24. സാർ, വേഗം പറഞ്ഞ സാർ. ടോളിഗഞ്ച് സ്റ്റേഷനിൽ നിന്ന് കാറിൽ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്യത്തക്ക ദൂരമേ ഉള്ളൂ ഈ പറഞ്ഞ പാർക്ക് സൈഡ് റോഡിലെ നമ്പർ 24 എന്ന് പറയുന്ന സ്ഥലം. രാവിലെ തന്നെ ഒരു പുതിയ കേസാണല്ലോ എന്ന് കരുതിയാണ് സുഭജിത്ത് കാറിലേക്ക് കയറിയത്. കാറിൽ ക്രൈം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെ യാത്ര ചെയ്യുമ്പോൾ സുഭജിത്തിന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നു വരികയാണ്. സിനിമകളിലും നോവലുകളിലും കഥകളിലും ഒക്കെ ഇഷ്ടംപോലെ കൊലപാതകങ്ങൾ വിവരിക്കപ്പെടാറുണ്ട്. കൊലപാതക സ്ഥലത്ത് പോലീസ് എത്തുന്നതും ആ കൊലപാതകം നടത്തിയ വ്യക്തികളെ കണ്ടുപിടിക്കാനായി ഡിറ്റക്റ്റീവ്സ് പരിശ്രമിക്കുന്നതുമായുള്ള ഇഷ്ടംപോലെ കഥകൾ സുഭജിത്ത് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും വായിച്ചുമൊക്കെയാണ് സുഭജിത്ത് പോലീസ് ആകാൻ തീരുമാനിച്ചു തന്നെ. പോലീസ് ആയപ്പോഴാണ് സുഭജിത്ത് മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത്. കഥകളിലും സിനിമകളിലും കാണുന്ന ഒന്നുമല്ല യഥാർത്ഥത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട മർഡർ കേസുകൾ എന്ന് പറയുന്നത്. പോലീസ് ഇടപെടുന്ന മിക്കവാറും എല്ലാ കേസുകളിലും പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മിക്കവാറും ഒരു വഴക്ക്, അതല്ലെങ്കിൽ സ്വത്ത് തർക്കം, അതുമല്ലെങ്കിൽ പ്രണയവുമായി ഉണ്ടാകുന്ന പക, പിന്നെ ബിസിനസ്സുമായി ബന്ധിപ്പിച്ചുണ്ടാകുന്ന ചില തർക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് കൊലപാതകങ്ങൾ നടക്കുക. ആ കാരണങ്ങൾ കൊണ്ട് കൊല നടക്കുമ്പോൾ ആരാണ് കൊല നടത്തിയെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് അധികം ബുദ്ധിമുട്ടൊന്നും വരാറില്ല. കഥകളിലും നോവലുകളുടെ വായിച്ചും സിനിമകളുടെ കണ്ടും പരിചയിച്ച ഡിറ്റക്റ്റീവ്സിന്റെ ഒരു രീതിയിലുമുള്ള അന്വേഷണവും സുഭജിത്തിന് നടത്താൻ ഇടവന്നിട്ടില്ല എന്നതാണ് സത്യം. ഈ കേസും അത്തരത്തിലൊന്നും ആയിരിക്കുമോ? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുഭജിത്ത് ആ ക്രൈം നടന്ന സ്പോട്ടിലേക്ക് വരുന്നത്. സ്ഥിരം ശൈലിയിലുള്ള ഒരു കൊലപാതകത്തിനു കൂടി താൻ ഇതാ FIR തയ്യാറാക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു എന്ന് സുഭജിത്ത് മനസ്സിൽ കരുതുമ്പോഴേക്കും കാറ് പെട്ടെന്ന് നിന്നു. കാറ് നിന്നത് കണ്ടതും സുഭജിത്ത് മുന്നോട്ട് നോക്കി. മുമ്പിൽ കുറച്ച് ആളുകളുണ്ട്. പോലീസ് വാഹനം കണ്ടതും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ 2ആയിട്ട് വഴിമാറി. പാർക്ക് സൈഡ് റോഡ് അത്യാവശ്യം പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇപ്പോ സുഭജിത്ത് എത്തിയിരിക്കുന്നത്. സുഭജിത്ത് കാറിൽ നിന്നിറങ്ങി ആ ആൾക്കൂട്ടത്തിന് നേരെ നടക്കുമ്പോൾ ഏകദേശം ഒരു 10-35 വയസ്സ് പ്രായമുള്ള ഒരാള് സുഭജിത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. സാർ, ഞാനാണ് അങ്ങേ വിളിച്ചത്. സാർ, ഇവിടെ നിന്ന് 3-4 വീട് അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഇവിടുത്തെ ക്ലീനിങ് പോയി അലറി വിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ് ഞാൻ കണ്ടത്. സാർ, ഞാൻ സ്കൂട്ടർ നിർത്തി അവനൊപ്പം ആ ബിൽഡിങ്ങിലേക്ക് കയറി. സാർ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഗന്ധമായിരുന്നു. സാർ, അവനൊന്നിച്ച് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്തേക്ക് കയറിപ്പോ ആ ചെറുപ്പക്കാരൻ അത്രയും പറഞ്ഞതും സുഭജിത്ത് കൈ ഉയർത്തി അയാളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. നിർത്ത്, ഞാൻ ഒന്ന് നോക്കട്ടെ. സുഭജിത്ത് ആ ബിൽഡിങ്ങൾക്ക് നേരെ നടന്നു. 3 നിലകളുള്ള 2 ഫ്ളാറ്റാണ് ആ കോമ്പൗണ്ടിനകത്തുള്ളത്. ഒന്നിനു പുറകെ ഒന്നെന്ന നിലയിലാണ് ആ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുമ്പിലത്തെ ഫ്ളാറ്റ് 24A-യും പുറകിലത്തെ ഫ്ളാറ്റ് 24B-യുമാണ്. 24B-യിലേക്കാണ് സുഭജിത്തിനെ ആ ചെറുപ്പക്കാരനും കൂടുതലുള്ള ആളുകൾ കൊണ്ടുചെല്ലുന്നത്. 24A എന്ന ആ 3 നിലയുള്ള ഫ്ളാറ്റിന് സമീപത്തുകൂടി ഒരു ചെറിയ പാസേജ് ഉണ്ട്. ആ പാസേജ് നടന്നെത്തുന്നത് 24B-യിലേക്കുള്ള സ്റ്റെയർ കേസിനടുത്താണ്. സുഭജിത്ത് സ്റ്റെയർ കേസിലേക്ക് കയറി. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയ സുഭജിത്ത് ആ പടിക്കെട്ടിലെ ആദ്യത്തെ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോൾ തന്നെ ഒരു രൂക്ഷ ഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തുടങ്ങി. മുകളിലേക്ക് കയറും തോറും ആ ഗന്ധം കൂടി വരികയാണ്. ഡോക്ടേഴ്സിനും അതുപോലെ പോലീസിനും ശരിക്കും പരിചയമുള്ള ആ ഗന്ധം, ഡെഡ് ബോഡിയുടെ ഗന്ധം. ആ ബിൽഡിങ്ങിൽ ഓരോ നിലയിലും ഓരോ ഫ്ളാറ്റ് വീതമാണ് ഉള്ളത്. പടിക്കെട്ട് കയറി ഏറ്റവും മുകളിലുള്ള ഫ്ളാറ്റിൽ സുഭജിത്ത് എത്തി. 3ാമത്തെ നിലയിലെ ആ ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ ആദ്യം സുഭജിത്തിന് ശ്രദ്ധയപ്പെട്ടത് തുറന്നു കിടക്കുന്ന വാതിലാണ്. ആ വാതിൽ ഏതാണ്ട് പകുതി തുറന്നു കിടക്കുകയാണ്. സുഭജിത്ത് ആ വാതിൽ വഴി ഫ്ളാറ്റിലേക്ക് കയറി. ഏകദേശം ഒരു 650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ ഫ്ളാറ്റാണ്. സ്വീകരണ മുറി കം ഡൈനിങ് റൂം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഹാൾ, ഒരു ബെഡ്റൂം, കിച്ചൺ, ഒരു ബാത്റൂം, ഒരു ചെറിയ ബാൽക്കണി, ഇത്രയുമാണ് ആ വീടിനുള്ളത്. ആ ബെഡ്റൂമിലേക്ക് കടക്കുന്ന വാതിലിനടുത്തായി ഏകദേശം ഒരു 55 വയസ്സോളം പ്രായമുള്ള ഒരാള് ചാരിയിരിപ്പുണ്ട്. അയാളുടെ വായിൽ തുണി കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അയാളുടെ കൈകൾ കൂട്ടിച്ചേർത്ത് കെട്ടി പുറകിലോട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കൈയില്ലാത്ത ടീഷർട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ഒരു ഹാഫ് ട്രൗസറും ഉണ്ട്. അയാളുടെ മൂക്കിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോര ചുണ്ടിൽ പറ്റി നിപ്പുണ്ട്.
അയാളുടെ പുറത്ത് വിസിബിൾ ആയിട്ടുള്ളത് ചില പോറലുകളാണ്. അയാളെ കൊന്ന ആളുമായിട്ടോ അല്ലെങ്കിൽ ആളുകളുമായിട്ടോ അയാൾ ഒരു മൽപ്പിടുത്തം നടത്തിയതിന്റെ ചില ലക്ഷണങ്ങൾ ആ ബോഡി കാണുന്നുണ്ട്. അതാണ് ആ പോറലുകൾ സൂചിപ്പിക്കുന്നത്. അതല്ലാതെ കാര്യമായ ക്ഷതങ്ങളൊന്നും അയക്കില്ല. ആ ബോഡി ഒന്ന് സസൂക്ഷ്മം നോക്കിയിട്ട് സുഭജിത്ത് ആ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ആ ഫ്ലാറ്റിന്റെ വരാന്തയിലും താഴെയായിട്ട് ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. അവരിൽ നിന്ന് സുഭജിത്ത് കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അറിഞ്ഞു. കൊല്ലപ്പെട്ടിരിക്കുന്നത് ശ്യാമപ്രസാദ് റോയി എന്ന വ്യക്തിയാണ്. ആ ഫ്ലാറ്റിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസം. സുഭജിത്ത് താൻ അറിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ ടോളിഗഞ്ചിലെ അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസറെ വിളിച്ചറിയിച്ചു. വിവരം അറിഞ്ഞതും ടോളിഗഞ്ചിൽ നിന്ന് സീനിയർ ഓഫീസറും ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും അസ്വാഭാവിക മരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ടീമിലെ ആളുകളൊക്കെ അവിടെ വന്നു. ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലത്തെത്തി ആ ഭാഗമൊക്കെ പരിശോധിച്ചിട്ട് കമ്മീഷണർക്ക് ആ വിവരം റിപ്പോർട്ട് ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും കമ്മീഷണറുടെ ഉത്തരവ് വന്നു. ആ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല ടോളിഗഞ്ചിലെ സുഭജിത്തിനാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം മരണങ്ങൾ പോഷ് ഏരിയയിലാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആ വിഷയം ഏറ്റെടുക്കാറുണ്ട്. കൽക്കത്തയിലെ പോലീസിന്റെ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പോലെയാണ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പരാതി ഉയരുമ്പോഴാണ് സാധാരണഗതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നത്. കൽക്കത്തയിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ടോളിഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ സുഭജിത്തിന് അന്വേഷണ ചുമതല ആദ്യമേ കിട്ടിയിരിക്കുന്നത്. സുഭജിത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, സകല സംവിധാനങ്ങളും അവിടേക്ക് വന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടികൾ നടക്കുകയാണ്. ആ സമയത്ത് സുഭജിത്ത് ആ ഫ്ളാറ്റിന് അടിയിലുള്ള താമസക്കാരെയും അതിനടിയിലുള്ള താമസക്കാരെയും മുൻവശത്തെ ഫ്ളാറ്റിലെ 3 നിലകളിലായി താമസിക്കുന്ന ആളുകളേക്ക് ചോദിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ സുഭജിത്ത് അവരെ ഒന്നും ചോദ്യം ചെയ്യുകയായിരുന്നില്ല. അവരിൽ നിന്ന് ശ്യാമപ്രസാദിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. ശ്യാമപ്രസാദ് റോയിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല സുഭജിത്ത് ആ ആളുകളിൽ നിന്ന് ശേഖരിച്ചത്, അവരെ കുറിച്ചുള്ള വിവരങ്ങളും സുഭജിത്ത് ശേഖരിക്കുന്നുണ്ട്. അവരുടെ പേര്, അവരെത്ര നാളായിട്ട് അവിടെ താമസിക്കുന്നു, ശ്യാമപ്രസാദുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങിയ ഒത്തിരി ഇൻഫർമേഷൻ സുഭജിത്ത് അതിൽ നിന്ന് കളക്ട് ചെയ്തു തുടങ്ങി. സുഭജിത്തിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതേ സമയത്ത് ഫിംഗർ പ്രിന്റ് വിദഗ്ധർക്ക് ആ ഫ്ളാറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു അടയാളങ്ങളും ലഭിച്ചില്ല. സംശയം ഉദിക്കുന്ന ഒരു വിരലടയാളവും ഫിംഗർ പ്രിന്റ് വിദഗ്ധർക്ക് ആ ബിൽഡിംഗിൽ നിന്ന് ലഭിച്ചതേയില്ല. ആ മുറിയിൽ ഒരു അലമാരയും ഒരു ടേബിളും ഒക്കെ ഉണ്ട്. ഫോറൻസിക് വിദഗ്ധർ ആ അലമാര തുറന്നു. ആ അലമാരക്കകത്തുള്ള ഓരോ തട്ടും അവർ പരിശോധിക്കുകയാണ്. അതിനകത്തൊരു ഡ്രോയർ ഉണ്ട്. ആ ഡ്രോയർ പൂട്ടിയിരിക്കുകയാണ്. താക്കോല് ടേബിളിനകത്തുണ്ട്. ടേബിളിനകത്ത് നിന്ന് താക്കോലെടുത്ത് ആ ഡ്രോയർ തുറന്നു. ഡ്രോയറിനകത്ത് 4000 രൂപ ക്യാഷ് ആയിട്ട് ഇരിക്കുകയാണ്. ആ കബോർഡ് സൂക്ഷ്മമായി പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധർക്ക് ഒരു കാര്യം ഉറപ്പായി: ആ കബോർഡിൽ ആരും തൊട്ടിട്ടേയില്ല, ടേബിളിലും തൊട്ടിട്ടില്ല. പണം അപഹരിക്കുക എന്നുള്ളത് ആ കൊലപാതകം നടത്തിയ ആളുകളുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയെങ്കിലും ഡോഗ് സ്ക്വാഡിനും അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബോഡിയും മണപ്പിച്ചു, ബോഡിക്ക് സമീപത്തുള്ള എല്ലാ വസ്തുക്കളിലും മണപ്പിച്ച് പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയെങ്കിലും ആ പോലീസ് നായ്ക്ക് ഒരു തെളിവിലേക്കും പോലീസിനെ എത്തിക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം സുഭജിത്തിന് മനസ്സിലാകുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ്. കൊല നടന്നിരിക്കുന്നത് 66 മണിക്കൂറിനും 70 മണിക്കൂറിനും ഇടയിലാണ്. ആ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ കൊല നടന്നിരിക്കാൻ സാധ്യതയുള്ളത് 2007 ഓഗസ്റ്റ് 14 വൈകുന്നേരം 6 മണിക്കും രാത്രി 10 മണിക്കും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ കൊല നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഡോഗ് സ്ക്വാഡ് എത്തിയത്. അതുകൊണ്ടാണ് ഡോഗ് സ്ക്വാഡിലെ വിദഗ്ധരായ ആ പോലീസ് നായ്ക്കൾക്ക് മണം പിടിച്ച് അധികം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അവിടെ ആ ഡോഗ് സ്ക്വാഡ് എത്തുമ്പോൾ ബോഡി ചീഞ്ഞു നാറുന്നതിന്റെ നാറ്റമല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഗന്ധവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കൊല്ലപ്പെട്ട ശ്യാമപ്രസാദ് റോയിയെ കുറിച്ച് കുറേയേറെ വിവരങ്ങൾ ഇതിനിടയിൽ സുഭജിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെടുന്ന സമയത്ത് ശ്യാമപ്രസാദിന് പ്രായം 54. അയാൾക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അയാളുടെ തൊട്ടു മുന്നിലെ ജ്യേഷ്ഠൻ സലിൽ പ്രസാദ് അവിടെ നിന്ന് ഏകദേശവും ഒരു 8 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അയാള് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. സലിൽ പ്രസാദിനെ സുഭജിത്ത് കോണ്ടാക്ട് ചെയ്തു. സലിൽ പ്രസാദിനോട് ശ്യാമപ്രസാദിനെ കുറിച്ച് സുഭജിത്ത് ചോദിക്കുമ്പോൾ അയാൾക്ക് ശ്യാമപ്രസാദിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അനുജനെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായെന്നാണ് സലിൽ പ്രസാദ് പോലീസിനോട് പറഞ്ഞത്. അനുജൻ ശ്യാമപ്രസാദ് ഒരു വക്കീലാണ്. ആലിപ്പൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അയാൾ വീട്ടിൽ നിന്ന് കോടതി പോവും, കോടതിയിൽ നിന്ന് വീട്ടിൽ വരും. അതല്ലാതെ ബന്ധുവീടുകളിലേക്ക് പോകുന്ന പതിവൊന്നും അയാൾക്ക് ഇല്ല എന്നാണ് സലിൽ പ്രസാദ് പോലീസിനോട് പറഞ്ഞത്.
ശ്യാമപ്രസാദിനും സൽപ്രസാദിനും മൂത്തതായിട്ട് മറ്റൊരാൾ കൂടിയുണ്ട്. അയാളും കൽക്കത്തയിൽ തന്നെയാണ് താമസിക്കുന്നത്. അയാളോടും പോലീസ് വിവരങ്ങൾ തിരക്കി. അവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമാണ്. കുറെ വർഷങ്ങളായിട്ട് ശ്യാമപ്രസാദുമായിട്ട് അവർക്കാർക്കും ഒരു ബന്ധവുമില്ല. ശ്യാമപ്രസാദ് അവരുടെ വീടുകളിലേക്ക് വരാറേയില്ല. ശ്യാമപ്രസാദ് അയാളുടെ ആ ഫ്ലാറ്റിൽ തന്നെ ഒതുങ്ങി കഴിയുകയാണ്. അയാളുടെ ഭാര്യ അയാൾ വിട്ടുപോയിട്ട് തന്നെ ഏകദേശം 10 വർഷമാകും. അങ്ങനെ ഒരു വിവരം കിട്ടിയതും സുഭജിത്ത് ശ്യാമപ്രസാദിന്റെ ഭാര്യ കൃഷ്ണയെ കാണാനായി അവരുടെ ഫ്ളാറ്റിലെത്തി. ശ്യാമപ്രസാദ് റോയിയുടെ ഭാര്യ കൃഷ്ണ റോയി മകൾക്കൊപ്പം അവരുടെ സഹോദരന്റെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഭർത്താവായ ശ്യാമപ്രസാദ് റോയിയും അവരും അകന്നു കഴിയുകയാണ്. ഔദ്യോഗികമായിട്ട് അവർ ശ്യാമപ്രസാദിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സമയത്തും അവർ ശ്യാമപ്രസാദിന്റെ ഭാര്യയാണെന്നാണ്. ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് വിവരങ്ങൾ അവർ പത്രങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ കാണാൻ വന്നപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ശ്യാമപ്രസാദിന്റെ മരണത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ദുഃഖമുള്ളതായി അവരുടെ സംഭാഷണങ്ങളിൽ തെളിയാതെ വന്നപ്പോ സുഭജിത്ത് കൃഷ്ണ റോയിയോട് ചോദിച്ചു, നിങ്ങളുടെ പിരിഞ്ഞതിന്റെ കാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സർ, അയാൾക്കൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. അയാളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രകൃതമാണ്. ആ വീട്ടിൽ വേറെ ആളുകൾ ഉണ്ടെന്നും അവർക്ക് ചിന്തകളുണ്ടെന്നും അവർക്കും അവരുടേതായ രീതികളുണ്ടെന്നും മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അയാൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ശ്യാമപ്രസാദ് എന്നാണ് ഭാര്യ കൃഷ്ണ റോയി പോലീസിനോട് പറഞ്ഞത്. ശ്യാമപ്രസാദ് റോയി കൊല്ലപ്പെട്ടതിന് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സുഭജിത്ത് ശ്യാമപ്രസാദുമായി ബന്ധപ്പെട്ട ഓരോ ആളിലേക്കും എത്തുന്നത്. ഒരു കാര്യവുമില്ലാതെ ആരും ആരെയും കൊല്ലില്ലല്ലോ. ശ്യാമപ്രസാദിന്റെ വസതിയിൽ നിന്ന് ഒന്നും കളവ് പോകാത്ത സ്ഥിതിക്ക് മോഷണത്തിന്റെ ലക്ഷ്യവുമായി എത്തിയ ആളുകളല്ല ശ്യാമപ്രസാദിനെ കൊന്നത് വ്യക്തമാണ്. ശ്യാമപ്രസാദിനെ കൊന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഭാര്യയായ കൃഷ്ണ റോയിയുടെ വീട്ടിൽ ഇപ്പോ സുഭജിത്ത് എത്തിയിരിക്കുന്നത്. സുഭജിത്തിനോട് അവർ തമ്മിൽ പിണങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് കൃഷ്ണ റോയ് സൂചിപ്പിച്ചപ്പോ സുഭജിത്ത് കൃഷ്ണ റോയോട് ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡിന് മറ്റു സ്ത്രീകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നതായിട്ട് സുഭജിത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ അവര് സുഭജിത്തിനെ കട്ട് ചെയ്തു. ഇല്ല, എന്നോടൊപ്പം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടോന്ന് എനിക്ക് അറിയത്തുമില്ല. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ശ്യാമപ്രസാദിനെ വിട്ട് മകളുമായി സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. അതിനുശേഷം അവരെക്കുറിച്ചോ മകളെക്കുറിച്ചോ ശ്യാമപ്രസാദ് തിരക്കിയിട്ട് പോലുമില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. 10 വർഷമായി ഭാര്യയും മകളും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ശ്യാമപ്രസാദ് തിരക്കിയിട്ടില്ല. കൃഷ്ണ റോയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് മടങ്ങിയെത്തിയ സുഭജിത്ത് നേരെ വീണ്ടും ക്രൈം സ്പോട്ടിലേക്ക് വന്നു. ക്രൈം നടന്ന ആ ബിൽഡിങ്ങിന്റെ താഴെയുള്ള താമസക്കാരെയും തൊട്ടു മുന്നിലുള്ള ബിൽഡിങ്ങിലെ താമസക്കാരെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു തുടങ്ങി. ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരിൽ നിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷൻ ഒക്കെ സുഭജിത്ത് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. വിവരങ്ങൾ ശേഖരിച്ചു വന്നപ്പോ സുഭജിത്തിന് ചില കാര്യങ്ങൾ കൂടി മനസ്സിലായി. കൊല്ലപ്പെട്ട ശ്യാമപ്രസാദിന്റെ പിതാവ് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ 3 തുല്യ പാർട്ടികളായി വിഭജിച്ച് 3 മക്കൾക്കായി കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മക്കളും ആ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് സുഖമായി ജീവിച്ചു പോവുകയായിരുന്നു. ശ്യാമപ്രസാദിന് 3 നിലകളുള്ള 2 ഫ്ളാറ്റുകളാണ് അച്ഛന്റെ വകയായി കിട്ടിയത്. ആ 2 ബിൽഡിങ്ങിലുമായി 6 ഫ്ളാറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുന്നിലുള്ള ബിൽഡിങ്ങിലെ 3 ഫ്ളാറ്റുകളും പിന്നിലെ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ 2 നിലയിലെ ഫ്ളാറ്റുകളും ശ്യാമപ്രസാദ് വിറ്റു. രണ്ടാമത്തെ ബിൽഡിങ്ങിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അയാൾ താമസിച്ചിരുന്നത്. ഇത്രയും വിവരങ്ങൾ ശ്യാമപ്രസാദുമായി ബന്ധപ്പെട്ട് സുഭജിത്ത് 17-ാം തീയതി തന്നെ കളക്ട് ചെയ്യുകയാണ്. ഏകദേശം 20 കൊല്ലമായിട്ട് ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന വ്യക്തിയാണ് ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദുമായി 20 വർഷത്തെ കണക്ഷനുള്ള ആളുകൾ ആ 2 ബിൽഡിങ്ങിലുമായിട്ടുണ്ട്. ആ ആളുകൾ ശ്യാമപ്രസാദുമായി അവർക്കുള്ള ബന്ധത്തിനെ കുറിച്ച് പോലീസിന് നൽകിയ വിവരങ്ങൾ ശരിക്കും രസകരമാണ്. ശ്യാമപ്രസാദ് അവരെ കാണുമ്പോൾ ശ്യാമപ്രസാദിനോട് അവർ ചോദിക്കുക സുഖമാണോ എന്നാണ്. സുഖമാണ് എന്നുള്ള ഒറ്റ മറുപടിയിൽ അവരുമായിട്ടുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്ന പതിവാണ് ശ്യാമപ്രസാദിനുള്ളത്. ശ്യാമപ്രസാദ് വിറ്റ ബിൽഡിങ്ങിലെ ആളുകളായിട്ട് പോലും അവരോട് പോലും മനസ്സോർന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം ശ്യാമപ്രസാദിന് ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രകൃതമാണ് വക്കീലായ ശ്യാമപ്രസാദ് റോയ്ക്ക് ഉണ്ടായിരുന്നത്. ആ 2 ബിൽഡിങ്ങിലും ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിൽ വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ശ്യാമപ്രസാദിന്റെ ബിൽഡിംഗ് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് ആ സ്മെല്ല് അയാൾക്ക് അനുഭവപ്പെടുന്നതും അയാൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതും പിന്നീട് കഥ പോലീസ് അറിയുന്നതും. ശ്യാമപ്രസാദ് അയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. വീട്ടിൽ അയാൾക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നതും തുണി അലക്കുന്നതും എല്ലാം അയാൾ ഒറ്റയ്ക്ക് ചെയ്യും. മറ്റാരുടെയും സഹായം അയാൾ തേടുമായിരുന്നില്ല.
മറ്റൊരു വിചിത്രമായ കാര്യം അയാൾ പത്രം വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പത്രം ഇടുക, പാല് കൊണ്ട് കൊടുക്കുക തുടങ്ങിയ കലാപരിപാടികൾക്കായും ആരും ആ വീട്ടിലേക്ക് വരാറില്ല. ആകെ വരുന്നത് ആഴ്ചയിൽ 2 ദിവസം ആ ക്ലീനിങ് നടത്തുന്ന ആ ചെറുപ്പക്കാരൻ മാത്രമാണ്. ശ്യാമപ്രസാദ് കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു സത്യം. ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, ഇത് രണ്ടും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ശ്യാമപ്രസാദിന്റെ അയൽക്കാരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായതുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത ദൗത്യം. സുഭജിത്ത് ആ 2 ഫ്ളാറ്റിലെയും മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവരുടെ ടെലിഫോൺ നമ്പർ കൂടി ശേഖരിച്ചിരുന്നു. ആ ടെലിഫോൺ നമ്പറുകൾ സ്വാഭാവികമായിട്ടും സുഭജിത്തിന്റെ ടീം അംഗങ്ങൾ കണക്റ്റഡ് ടെലിഫോൺ ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ആളുകളുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. 95-ലാണ് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ വരുന്നത്. ഈ കഥ നടക്കുന്നത് 2007-ലാണ്. സ്വാഭാവികമായിട്ടും മൊബൈൽ കോൾ ഡേറ്റ റെക്കോർഡുകൾ പോലീസിന് വളരെ എളുപ്പം പ്രതിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. 95-ന് മുമ്പാണെങ്കിൽ ആ റെക്കോർഡുകൾ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും പോലീസ് കൊലപാതകയെ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അന്നത്തെ പോലീസ് ഇന്നത്തെ പോലീസിനേക്കാൾ മിടുക്കരായിരുന്നു എന്നൊരു സംശയം നമുക്കുണ്ടാവുക. ഇപ്പോ കൊല നടത്തുന്ന വ്യക്തിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അയാളുടെ വിവരങ്ങൾ പോലീസിൽ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണമാണ്. എന്തായാലും ശ്യാമപ്രസാദിന്റെ താമസ സ്ഥലവുമായി കണക്ട് ചെയ്ത് ഉള്ള മുഴുവൻ ആളുകളുടെയും ടെലിഫോൺ കോൾ റെക്കോർഡുകൾ കളക്ട് ചെയ്യപ്പെട്ടു. അതിനൊപ്പം പോലീസ് ഒരു കാര്യം കൂടി ചെയ്തു. ശ്യാമപ്രസാദിന്റെ വീട്ടിൽ നിന്ന് മിസ്സായിരിക്കുന്ന ഏക കാര്യം അയാളുടെ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും എവിടെ വെച്ചാണ് അവസാനം സ്വിച്ച് ഓഫ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റും. ആ ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലം കണ്ടുപിടിക്കുന്ന ഒപ്പം തന്നെ ശ്യാമപ്രസാദിന്റെ ഫോണിൽ വിളിക്കപ്പെട്ട കോളുകളും ആ ഫോണിൽ നിന്ന് വിളിച്ച കോളുകളുടെയും കോൾ ഡേറ്റ റെക്കോർഡുകളും SMS ചരിത്രവും ഒക്കെ പോലീസിന് കളക്ട് ചെയ്യാൻ പറ്റും. പോലീസ് അതും ശേഖരിച്ചു. ആ കോൾ ഡേറ്റ റെക്കോർഡുകളിലൂടെ കടന്നുപോയ പോലീസ് ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അതിനകത്ത് ഔദ്യോഗികമായിട്ടുള്ള കോളുകൾ മാത്രമാണ് ഉള്ളത്. ശ്യാമപ്രസാദ് വക്കീലായതുകൊണ്ട് കക്ഷികൾ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി ശ്യാമപ്രസാദിനെ വിളിക്കാറുണ്ട്. വളരെ ഔപചാരികമായ ഒരു സംഭാഷണ ശൈലി സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ശ്യാമപ്രസാദ് എന്ന് കോളിന്റെ ദൈർഘ്യം ശ്രദ്ധിച്ച പോലീസിന് മനസ്സിലായി. വളരെ ചുരുക്കം വാക്കുകളിൽ കോള് കട്ടാവുന്നുണ്ട്. വളരെ പഴക്കമുള്ള റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും കഥ അത് തന്നെയാണ്. SMS റെക്കോർഡുകളുമുണ്ട്. SMS-ലും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. വ്യക്തിപരമായ ഒരു തരത്തിലുള്ള SMS-കളും ശ്യാമപ്രസാദിന്റെ ഫോണിൽ നിന്ന് അയച്ചിട്ടുമില്ല, റിസീവ് ചെയ്തിട്ടുമില്ല. തികച്ചും ഒരു രസകരമായ വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു ഈ ശ്യാമപ്രസാദ് എന്ന് പോലീസിന് സംശയം തോന്നുന്നത് ആ നിമിഷം മുതലാണ്. അതേ സമയത്ത് ശ്യാമപ്രസാദിന്റെ ഫ്ളാറ്റിന് സമീപത്തുള്ള ഫ്ളാറ്റുകളിലെ മുഴുവൻ ആളുകളുടെയും കോൾ ഡേറ്റ റെക്കോർഡുകളും പോലീസിന് ലഭ്യമായി. ആ റെക്കോർഡുകളിൽ പറയുന്ന കാര്യങ്ങളും അവർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളും ഒത്തുനോക്കിയപ്പോൾ ഒരു തരത്തിലുള്ള കള്ളവുമില്ല. ശ്യാമപ്രസാദ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആഗസ്റ്റ് 14 വൈകുന്നേരം 6 മണിക്ക് 10 മണിക്കിടയിലാണ്. ആ സമയത്ത് ആ ഫ്ളാറ്റുകളിലെ ആളുകൾ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടിയും അവരുടെ ആ മൊബൈൽ ഫോണുകൾ നൽകുന്ന വിവരവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ശ്യാമപ്രസാദിന്റെ അയൽക്കാരുടെ കോൾ ഡേറ്റ റെക്കോർഡുകളിൽ നിന്ന് ശ്യാമപ്രസാദിന്റെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച ഒരു വിവരവും ലഭിച്ചില്ലെങ്കിലും ശ്യാമപ്രസാദിന്റെ കോൾ ഡേറ്റ റെക്കോർഡിൽ നിന്ന് ഒരു നമ്പർ സുഭജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 1-2 തവണ SMS അയക്കുകയും 1-2 തവണ വിളിക്കുകയും ചെയ്തിരിക്കുന്ന ആ നമ്പർ നോട്ട് ചെയ്ത സുഭജിത്ത് ആ നമ്പറിന്റെ ഉടമയെ തിരക്കി അയാളുടെ വീട്ടിലെത്തി. അയാളുടെ പേര് വിപ്ലവ് ഘോഷ് എന്നാണ്. വിപ്ലവ് ഘോഷിന്റെ വീട്ടിൽ സുഭജിത്ത് എത്തി. ശ്യാമപ്രസാദിന്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊന്നും വിപ്ലവ് ഘോഷിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ സുഭജിത്തിന് ലഭിച്ചു. മറ്റാരും അതുവരെ പറയാതിരുന്ന ശ്യാമപ്രസാദിന്റെ ഒരു ഹോബിയെ കുറിച്ചാണ് വിപ്ലവ് സുഭജിത്തിനോട് പറഞ്ഞത്. ശ്യാമപ്രസാദ് എല്ലാ ശനിയാഴ്ചകളിലും കൽക്കത്തയിലെ റേസ് കോഴ്സിലേക്ക് പോകാറുണ്ടായിരുന്നു. കുതിരപ്പന്തയം നടക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ശ്യാമപ്രസാദ് പോകുമായിരുന്നെന്ന് സുഭജിത്ത് ചോദിച്ചതും വിപ്ലവ് സുഭജിത്തിനോട് പറഞ്ഞു, ഈ ശ്യാമപ്രസാദ് ശരിക്കും ഒരു അഡിക്റ്റ് ആയിരുന്നു. അഡിക്റ്റോ? അതെ സാർ, അയാൾ കുതിരപ്പന്തയത്തിൽ വല്ലാതെ വെറ്റുവെക്കുമായിരുന്നു. കുതിര ഓട്ട മത്സരം നടക്കുന്ന സ്ഥലത്ത് കാണാനായി ഇഷ്ടംപോലെ കാണികൾ ചെല്ലും. ആ കൂട്ടത്തിൽ പലരും ബെറ്റ് വെക്കാറുണ്ട്. ബെറ്റ് വെക്കുന്നതിൽ ഒരു ഹരം തന്നെ ശ്യാമപ്രസാദിന് ഉണ്ടായിരുന്നുവെന്നാണ് വിപ്ലവ് ഇപ്പോ സുഭജിത്തിനോട് പറഞ്ഞത്. ഇതുവരെ ആരും പറയാത്ത ഒരു കാര്യം ഇതാ വിപ്ലവ് സൂചിപ്പിക്കുകയാണ്. സർ, അയാൾക്ക് വല്ലാത്തൊരു ക്രേസ് ആയിരുന്നു. സാധാരണ ആളുകൾ ബെറ്റ് വെക്കുമ്പോൾ 2 ശൈലിയുള്ള ബെറ്റുകൾ പങ്കെടുക്കാറുണ്ട്. 2 ശൈലിയുള്ള ബെറ്റോ? സർ,
ഒരെണ്ണം ഈ പൊസിഷൻ ബേസ് ചെയ്തുള്ള ബെറ്റാണ്. പൊസിഷൻ ബേസ് ചെയ്ത ബെറ്റ് എന്ന് പറഞ്ഞാൽ, സാർ നമ്മൾ പന്തയം വെക്കുന്ന കുതിര ആദ്യത്തെ 3 പൊസിഷനിൽ ഏതിലെങ്കിലും വന്നാൽ നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടും. പക്ഷേ വിപ്ലവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വിപ്ലവ് 1ാം സ്ഥാനത്തിന് വേണ്ടി മാത്രമേ ബെറ്റ് വെക്കൂ. ആദ്യത്തെ 3 സ്ഥാനത്തിൽ ഏതിലെങ്കിലും വന്നാൽ ബെറ്റ് വെച്ചാൽ നമുക്ക് കുറച്ച് കാശ് കൃത്യമായി കിട്ടും എന്നുള്ളത് കൊണ്ട് വലിയ നഷ്ടം വരത്തില്ല. അവിടെയും ഭാഗ്യം ഒരു ഘടകമാണ്. പക്ഷേ വിജയിക്കുന്ന കുതിരയ്ക്ക് വേണ്ടി മാത്രം ബെറ്റ് വെക്കുമ്പോൾ നമ്മൾ ബെറ്റ് വെച്ച കുതിരയല്ല വിജയിക്കുന്നെങ്കിൽ നമ്മൾ ബെറ്റിനായി മുടക്കിയ മുഴുവൻ സംഖ്യയും പോകും. കുതിരപ്പന്തയത്തിൽ ശരിക്കും ഹരമുള്ള ശ്യാമപ്രസാദ് എല്ലാ ശനിയാഴ്ചകളിലും കുതിരപ്പന്തയം കാണാൻ പോവുകയും അവിടെ പന്തയത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോ സുഭജിത്തിന് വിപ്ലവ് ലഭിച്ചത്. വിപ്ലവ് മറ്റൊരു കാര്യം കൂടി സുഭജിത്തിനോട് പറഞ്ഞു. ഈ ശ്യാമപ്രസാദ് വലിയ വക്കീലൊന്നും ആയിരുന്നില്ല. കോടതിയിൽ നിന്ന് വളരെ കുറച്ച് കാശായി കിട്ടുമായിരുന്നുള്ളൂ. വലിയ കേസുകളൊന്നും വാദിച്ച് ജയിച്ച പാരമ്പര്യം ശ്യാമപ്രസാദിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ കേസുകൾ ശ്യാമപ്രസാദിനെ തേടി വന്നിരുന്നില്ല. ചില പെറ്റി കേസുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാധാ വക്കീല് മാത്രമായിരുന്നു ശ്യാമപ്രസാദ് എന്നുള്ള വിവരമാണ് ഇപ്പോ വിപ്ലവ് സുഭജിത്തിനോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അയാളുടെ ചെലവിനുള്ള കാശും കുതിരപ്പന്തയത്തിനുള്ള പണമൊക്കെ അയാൾ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? സാർ, അയാളുടെ അച്ഛൻ അയാൾക്ക് 6 ഫ്ലാറ്റുകളാണ് കൊടുത്തത്. അതിൽ 5 അയാൾ വിറ്റു. ആ വിറ്റ കാശ് ബാങ്കിലുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കാശെടുത്താണ് അയാൾ ഈ കുതിരപ്പന്തയത്തിലേക്ക് മുടക്കിയിരുന്നത്. സാറിന് അറിയാമല്ലോ, എത്ര കോടീശ്വരനാണെങ്കിലും കുതിരപ്പന്തയത്തിൽ പണം മുടക്കി കഴിഞ്ഞാൽ പാപ്പരാകാൻ അധികം സമയമൊന്നും വേണ്ട. വിപ്ലവ് വളരെ വളരെ നിർണായകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ സുഭജിത്തിനോട് പറഞ്ഞത്. എത്ര പണമുള്ള ആളെയും പാപ്പരാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ കുതിരപ്പന്തയത്തിൽ പണം മുടക്കൽ എന്ന് പറയുന്നത്. ബെറ്റ് വെക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷയല്ല വെക്കുന്നത്. പോയാൽ പിന്നെയും വെക്കും. രണ്ടാമത് പോകുന്ന പണം കൂടെ കിട്ടാൻ വേണ്ടി 3ാമത് വെക്കും. അവസാനം കയ്യിലിരിക്കുന്ന മുഴുവൻ പണവും പോകും. ചീട്ടി കളിച്ച് പണം പോകുന്ന ആളുകൾ നമുക്ക് പരിചയമുണ്ടല്ലോ. അതുപോലെ ഗാംബ്ലിംഗിലേക്ക് പണം മുടക്കുന്ന ആളുകളൊക്കെ അതുപോലെയാണ്. പണം പൊയ്ക്കൊണ്ടേയിരിക്കും, അവർ പോലും അറിയാതെ. വിപ്ലവ് പറഞ്ഞ കഥ കേട്ടപ്പോ സുഭജിത്ത് വിപ്ലവോട് ചോദിച്ചു, അല്ല, ഈ ശ്യാമപ്രസാദിന് സ്ത്രീകളുമായിട്ടെങ്ങാനും അടുപ്പമുണ്ടായിരുന്നു? സാർ, എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഞാന് ശ്യാമപ്രസാദുമായി പരിചയത്തിലായിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തെ എന്റെ പരിചയം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ശ്യാമപ്രസാദിന് അത്തരത്തിലുള്ള ഒരു കണക്ഷൻസും ഇല്ല. ശ്യാമപ്രസാദിന് ആ ശൈലിയിലുള്ള ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ബന്ധമുണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ആകെ കിട്ടിയ ഒരു ക്ലൂ എന്ന് പറയുന്നത് കുതിരപ്പന്തയത്തിൽ അയാൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. കുതിരപ്പന്തയത്തിൽ അയാളുടെ ഫ്ലാറ്റ് വിറ്റ് കിട്ടിയ പണമാണ് ഉപയോഗിച്ചിരുന്നത്. അതും അയാളുടെ കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധം? സുഭജിത്തിനെ അലട്ടുന്ന ചോദ്യവും അവിടെയാണ്. ആഗസ്റ്റ് 18 അന്ന് ഒരു ശനിയാഴ്ചയാണ്. ഉച്ച കഴിഞ്ഞപ്പോ സുഭജിത്ത് കൽക്കത്തയിലെ റേസ് കോഴ്സിലെത്തി. അവിടെ ഒരു മത്സരം നടക്കുകയാണ്. ശരിക്കും ആവേശം ജ്വലിച്ചു നിൽക്കുന്ന മത്സരമാണ്. ഏത് കുതിര വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ശൈലിയിലുള്ള കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരം കാണാനെത്തിയ ആളുകൾ ആർത്ത് വിളിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ആവേശം ഉണ്ടാവുകയാണ്. കൽക്കത്തയിലെ പ്രസിദ്ധമായ ആ റേസ് കോഴ്സ് സുഭജിത്തിന് അറിയാവുന്ന സ്ഥലമാണ്. പക്ഷെ ഒരിക്കൽ പോലും സുഭജിത്ത് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ മത്സരം കണ്ടപ്പോ അറിയാതെ ഒരു ആവേശം സുഭജിത്തിന് പോലും ഉണ്ടാവുകയാണ്. ആ ആദ്യത്തെ റൗണ്ടിലെ മത്സരം കഴിഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ സുഭജിത്തിന്റെ അടുത്തേക്ക് വന്നു. വിപ്ലവ് പറഞ്ഞ് ഏൽപ്പിച്ച വ്യക്തിയാണ് സുഭജിത്തിനെ കാണാൻ വന്നത്. അയാളുടെ പേര് മോണി മോയി എന്നാണ്. മോണി മോയി സുഭജിത്തിനെ വന്ന് പരിചയപ്പെട്ടതും സുഭജിത്ത് നേരെ കാര്യത്തിലേക്ക് കടന്നു. ശ്യാമപ്രസാദിന്റെ കൊലപാതകത്തെ കുറിച്ച് അയാളും പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അയാളുടെ സുഹൃത്തു കൂടിയായ വിപ്ലവ് ശ്യാമപ്രസാദിന്റെ കൊലപാതകം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ സുഭജിത്ത് മോണു മോയിയെ കാണാൻ വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോണി മോയി പ്രിപ്പയർഡ് ആണ്. പല കാര്യങ്ങളും സംസാരിച്ചപ്പോ മോണു മോയി സുഭജിത്തിനോട് പറഞ്ഞു, സാർ, ഞാൻ 4 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അന്നു മുതൽ ഞാൻ ശ്യാമപ്രസാദിനെ എല്ലാ ശനിയാഴ്ചയും ഇവിടെ കാണാറുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ വരികയും ബെറ്റ് വയ്ക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ പണം കിട്ടും, പലപ്പോഴും പണം പോകും. പക്ഷെ അതൊന്നും ശ്യാമപ്രസാദിനെ അലട്ടിയിരുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ശ്യാമപ്രസാദിനെ ഇവിടെ കാണുമ്പോഴൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കലും അദ്ദേഹം ആരുടെയെങ്കിലും കൂടെ ഇരിക്കുന്നതായി കണ്ടിട്ടേയില്ല. ഒറ്റയ്ക്ക് വരും, ഒറ്റയ്ക്ക് പോകും. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് വിപ്ലവും ശ്യാമപ്രസാദും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരോടെങ്കിലും ശ്യാമപ്രസാദ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. 2 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അയാൾ ശ്യാമപ്രസാദിനെ പരിചയപ്പെട്ടതെന്ന് വിപ്ലവ് തന്നെ സുഭജിത്തിനോട് പറഞ്ഞതാണ്. സാർ, പക്ഷെ ഒരു കാര്യം സാറിനോട് പറയാമെന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോ സാറിന്റെ അടുത്ത് വന്നത്. എന്ത് കാര്യം? സാർ, 2 ആഴ്ച മുമ്പ് ശ്യാമപ്രസാദ് പതിവിന് വിരുദ്ധമായി ശരിക്കും കാര്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. അല്ല സാർ, അയാൾക്കൊപ്പം 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. 3-4 ചെറുപ്പക്കാരോ? അതെ സാർ, ഒരു 25 വയസ്സൊക്കെ പ്രായമുള്ള
രണ്ട് ചെറുപ്പക്കാരും ഒരു 20 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമാണ് ഞാൻ കണ്ടത്. രണ്ട് പയ്യന്മാര് ഉണക്കെയാണ്, ഒരുത്തിന് വണ്ണമുണ്ട്. ഒരു മീഡിയം സൈസ് പൊക്കമുള്ള ചെറുപ്പക്കാരാണ്. അവരുമായിട്ട് ശ്യാമപ്രസാദ് വളരെ കാര്യമായി സംസാരിക്കുന്ന ഞാൻ കണ്ടത്. 2 ആഴ്ച ഞാൻ അവരെ കണ്ടിരുന്നു. ആ ചെറുപ്പക്കാരെ കണ്ടത് തിരിച്ചറിയൂ സർ? തിരിച്ചറിയാൻ പറ്റും. അവരുടെ മുഖം ഓർമ്മയുണ്ടോ സർ? മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ സർ മീഡിയം ഹൈറ്റ് ആണ് അവര്. രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഉണക്കെയാണ്, ഒരാൾ വണ്ണമുണ്ട്. ശ്യാമപ്രസാദിനൊപ്പം മോനോ മോയി കണ്ടു എന്ന് പറയുന്ന ആ 3 ചെറുപ്പക്കാരെ പോലെയുള്ള ചെറുപ്പക്കാരെ ഇപ്പോ ആ റേസ് കോഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നോക്കിയാൽ ഒരുപാട് കാണാൻ പറ്റും. മോനുവിന് അതിൽ കൂടുതൽ ആ ചെറുപ്പക്കാരെ കുറിച്ച് ഒന്നും പറയാനുമില്ല. പക്ഷേ മോനു പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത സുഭജിത്ത് മോനുവിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരെ ഇനി ഇവിടെ കണ്ടാൽ എന്നെ ഒന്ന് അറിയിക്കണേ. അങ്ങനെ പറഞ്ഞ് ടെലിഫോൺ നമ്പർ കൊടുത്തതിന് ശേഷമാണ് സുഭജിത്ത് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങിയത്. മോനുമായി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശ്യാമപ്രസാദിനൊപ്പം കഴിഞ്ഞ 2 തവണ ആ റേസ് കോഴ്സിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് ശ്യാമപ്രസാദിന്റെ മരണവുമായി ബന്ധമുണ്ടോ? ആ ചോദ്യമാണ് സ്റ്റേഷനിലേക്ക് മടങ്ങുമ്പോൾ സുഭജിത്തിന്റെ മനസ്സിലുള്ളത്. പിറ്റേ ദിവസം ഞായറാണ്. സാധാരണഗതിയിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ട ദിവസമല്ല. പക്ഷെ ഒരുപാട് പെൻഡിങ് വർക്ക് ഉള്ളത് കൊണ്ട് സുഭജിത്ത് അന്നും സ്റ്റേഷനിലേക്ക് പോയി. ഒരു പരുവത്തിൽ പെൻഡിങ് ആയ വർക്കൊക്കെ തീർത്തിട്ടാണ് സുഭജിത്ത് വീട്ടിലേക്ക് മടങ്ങുന്നത്. സുഭജിത്തിന്റെ മനസ്സിൽ ആകെ ഒരു ടെൻഷനാണ്. ഇനി 1-2 ദിവസം കൂടിയേ ആ കേസ് സുഭജിത്തിന്റെ കയ്യിൽ കാണത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അത് സംഭവിക്കും. കൽക്കത്തയിലെ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആ കേസ് ഏറ്റെടുക്കും. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലെന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്മീഷണർ ആ കേസ് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യും. ആ കാര്യം 100% ഉറപ്പാണ്. ഒരു കേസ് കയ്യിൽ കിട്ടിയിട്ട് അത് തെളിയിക്കാൻ കഴിയാത്തതിൽ വല്ലാത്തൊരു വിഷമം ഇപ്പോൾ സുഭജിത്തിനുണ്ട്. സുഭജിത്ത് വായിച്ചു വളർന്ന ഡിറ്റക്റ്റീവ് കഥകളിൽ പലപ്പോഴും ആകസ്മികമായിട്ട് ഒരു ക്ലൂ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഈ കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ ആ ശൈലിയിലുള്ള ഒരു ക്ലൂവും സുഭജിത്തിനെ തേടി വന്നിട്ടില്ല. സുഭജിത്തിന് സാധാരണ കിട്ടാറുള്ള എല്ലാ കേസുകളും പ്രതി ആരെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ശൈലി വളരെ എളുപ്പമുള്ളതാണ്. ഇപ്പോഴാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു കേസ് സുഭജിത്തിന് കിട്ടിയിരിക്കുന്നത്. ആ കേസ് ഇനി 1 ദിവസം കൂടിയേ പരമാവധി സുഭജിത്തിന്റെ കൈ കാണും. നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തിനകം എന്തെങ്കിലും തുമ്പ് കണ്ടുപിടിക്കാൻ സുഭജിത്തിന് പറ്റിയില്ലെങ്കിൽ ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക് ആയിട്ട് ആ കേസ് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് മാറും. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച സുഭജിത്ത് സ്റ്റേഷനിലെത്തുന്നത്. അന്വേഷണത്തിന് അതുവരെയുള്ള ഗതിയും താൻ കണ്ടെത്തിയ കാര്യങ്ങളും നിഗമനങ്ങളും ഒക്കെ സുഭജിത്ത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ വ്യക്തമായി ധരിപ്പിച്ചു. സുഭജിത്തിന്റെ മനസ്സിലെ വിഷമവും സുഭജിത്ത് മേലുദ്യോഗസ്ഥനെ ധരിപ്പിച്ചപ്പോ മേലുദ്യോഗസ്ഥൻ സുഭജിത്തിനോട് പറഞ്ഞു, ഏയ് സുഭജിത്ത്, നീ അങ്ങനെ വിഷമിക്കുന്നു വേണ്ട. ഈ കേസ് തെളിയിക്കാൻ യഥാർത്ഥത്തിൽ അർഹൻ നീയാണെങ്കിൽ നീ അത് തെളിയിച്ചിരിക്കും. സാർ, ഇപ്പൊ തന്നെ സമയം ഉച്ചയായി. ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഞാൻ കേസ് തെളിയിച്ചില്ലെങ്കിൽ എനിക്കറിയാം നാളെ കേസ് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരുമെന്ന്. ഏയ് സുഭജിത്ത്, ഇനിയും ഒരുപാട് മണിക്കൂറുകളില്ലേ? ചിലപ്പോ ഇനിയാണ് തെളിവ് നിന്നെ തേടി വരുന്നതെങ്കിലും. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റേഷന് ചുമതലയുള്ള ആ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എണീറ്റ് നടന്ന് മേശയ്ക്ക് എതിർവശത്തിരിക്കുന്ന സുഭജിത്തിന് അടുത്ത് വന്നു. സുഭജിത്തിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം സുഭജിത്തിനോട് പറഞ്ഞു, സുഭജിത്ത്, പ്രതീക്ഷ കൈവിടരുത്. ചിലപ്പോ തികച്ചും അപ്രതീക്ഷിതമായി നിനക്ക് ഒരു ക്ലൂ കിട്ടിയേക്കും. എന്റെ മനസ്സ് എന്നോട് അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ മേലുദ്യോഗസ്ഥൻ സുഭജിത്തിന്റെ തോളിൽ 2 തട്ടൊക്കെ തട്ടിയിട്ടാണ് സുഭജിത്തിനെ ആ മുറിയിൽ നിന്ന് യാത്രയാക്കുന്നത്. എന്തായാലും മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സുഭജിത്തിന് ഒരു ഉന്മേഷം തോന്നി. സുഭജിത്ത് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറാതെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ സുഭജിത്തിന്റെ കണ്ണുകളിൽ പതിഞ്ഞത് അദ്ദേഹത്തിന്റെ മോട്ടോർ ബൈക്കാണ്. പെട്ടെന്ന് എന്തോ ഉൾവിളി തോന്നിയതുപോലെ സുഭജിത്ത് ആ മോട്ടോർ ബൈക്കിന് അടുത്തേക്ക് വന്നു. അയാള് ബൈക്ക് സ്റ്റാർട്ടാക്കി സുഭജിത്ത് പുറത്തേക്ക് ഓടിച്ചു പോവുകയാണ്. സുഭജിത്ത് പോലും അറിയാതെ ആ ബൈക്ക് ചെന്ന് നിന്നത് ഒരു ജിമ്മിന് മുന്നിലാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആ ജിമ്മ് നടത്തുന്നത്. ജിമ്മിനോട് ചേർന്ന് ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ചായയും കുടിക്കാം, സുഹൃത്തിനോട് സംസാരിക്കുകയും ചെയ്യാം. ആ സുഹൃത്തിന് വേറെ ചില പരിപാടികളിലൂടെയൊക്കെ ഉണ്ട്. മനസ്സിന് ടെൻഷൻ തോന്നുമ്പോ സുഭജിത്ത് ആ സുഹൃത്തിനെ കാണാൻ വരാറുണ്ട്. സുഭജിത്ത് മോട്ടോർ ബൈക്ക് നിർത്തി കടയുടെ നേരെ നടന്നു വരുന്നത് കണ്ട ആ ചെറുപ്പക്കാരൻ ഓടി പുറത്തേക്ക് വന്നു. ഹേയ് സുഭജിത്ത് ദാദാ, എത്ര നാളായി കണ്ടിട്ട്. ശരിക്കും ഒരു സന്തോഷം സുഭജിത്തിനെ കണ്ടപ്പോ സുഹൃത്തായ സുർജിത്തിനുണ്ട്. സുർജിത്തിനെ കണ്ടപ്പോ സുഭജിത്തിനും ആ സന്തോഷം തോന്നി. അവർ രണ്ടുപേരും ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. ചായ വരുത്തിയത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുന്നിടയിൽ സുഭജിത്തിനോട് ചോദിച്ചു, എന്താ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ? സുർജിത്ത് എന്തു പറയാനാ, ഞാനൊരു കേസിൽ അകപ്പെട്ട് നിൽക്കുകയാണ്.
നിനക്കറിയാമല്ലോ ശ്യാമപ്രസാദ് റോയിയുടെ കേസ്? ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. നീയാണല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ? അതെ, ഞാനാണ്. കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല കേസ് കിട്ടിയതാണ്. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാനേ നിന്നെ തേടി വന്നത് ഒരു കാര്യത്തിനാണ്. എന്ത് കാര്യത്തിന്? നീ ആളുകൾക്ക് ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി റിങ്ങൊക്കെ വിൽക്കുന്ന ആളല്ലേ? എനിക്കൊരു റിങ് വാങ്ങിച്ചിട്ടാ കൊള്ളാന്നുണ്ട്. അത് കേട്ടതും സുർജിത് ചിരിച്ചു. പോലീസുകാർക്ക് അന്ധവിശ്വാസം. പിന്നെ നീ റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രസകരമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. എന്താടാ, 2 ദിവസം മുമ്പേ 2 ചെറുപ്പക്കാർ ഇവിടെ ഒരു റിങ് വിൽക്കാൻ കൊണ്ടുവന്നിരുന്നു. ആ റിങ്ങില് ഒരു കല്ലുണ്ട്. കല്ലിന് 1 കോടി രൂപ വില ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നത്. ഞാൻ നോക്കിയപ്പോ അതൊരു 10-15 രൂപയുടെ വിലയുള്ളൂ. അത് ശരി, അവർക്ക് കല്ലെവിടെ നിന്ന് കിട്ടിയത്? അതവന്മാര് പറഞ്ഞില്ല. എവിടുന്നോ കിട്ടിയെന്ന് പറഞ്ഞു. അവരെ കണ്ട എങ്ങനെയുണ്ട്? നീ എന്താടാ അവന്മാരെ സംശയിക്കണം? അല്ല, ഞാൻ ചോദിക്കണം. നീ ചോദിച്ചു നന്നായി. ഞാനേ അവന്മാർ ഇവിടെ കൊണ്ടുവന്ന ആളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ജിമ്മിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. സാധകി, സാധകി ഉണ്ടോ അവിടെ? സാധകി വിളിക്ക്. ഉറക്കെ സുർജിത്ത് അങ്ങനെ പറഞ്ഞതും അകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നു. അയാള് ആ ജിമ്മിന്ന് ഇറങ്ങി ആ ചായ കുടിക്കുന്ന മേശകളിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴാണ് യൂണിഫോമിലിരിക്കുന്ന പോലീസുകാരനായ സുഭജിത്തിനെ കണ്ടത്. യൂണിഫോമിലിരിക്കുന്ന സുഭജിത്തിനെ കണ്ടതും സാധകി ഒന്ന് ഞെട്ടി. ആ സാധകിയുടെ ആ ഞെട്ടൽ കൃത്യമായിട്ടും സുഭജിത്തിന്റെ കണ്ണിൽ പതിച്ചു. സാധകി, ബാബാ. സുർജിത്ത് സാധകയെ കണ്ടതും അങ്ങോട്ട് വിളിച്ചു. സാധകി അടുത്തേക്ക് വന്നതും സുർജിത്ത് സാധകിയോട് പറഞ്ഞു, ഇടാ, നീ ഇന്നാള് 2 ചെറുപ്പക്കാരുടെ കൊണ്ടുവന്നില്ലേ ഒരു റിങ് വിൽക്കാനായിട്ട്? അവരെ കുറിച്ച് അറിയാൻ സാർ വന്നിരിക്കുന്നത്. സുർജിത്ത് അത് പറഞ്ഞതും സാധകി പെട്ടെന്ന് തറയിലേക്ക് കുനിഞ്ഞ് സുർജിത്തെ കാലി കെട്ടിപ്പിടിച്ചിട്ട് സുർജിത്തോട് പറയുകയാണ്, സുർജിത്ത്, അതാ എന്നെ കൈവിടരുത്. കൊല നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. സാധകി പറഞ്ഞ വാചകം സുഭജിത്ത് കൃത്യമായി കേട്ടു. എന്നെ കൈവിടരുത്. കൊല നടന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സാധകി ഇപ്പോ സുർജിത്തിനോട് പറഞ്ഞത്. സുർജിത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സാധകിയുടെ ഷോൾഡറിൽ തൊട്ട സുഭജിത്ത് സാധകിയുടെ മുഖം അയക്ക് നേരെ തിരിച്ചു. അയാൾ സാധകിയോട് പറഞ്ഞു, സാധകി, പേടിക്കണ്ട, ഞാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ സാധകിയെ പിടിച്ച് എണീപ്പിച്ച് അടുത്തുള്ള കസേരയിരുത്തി. പറ, ശ്യാമപ്രസാദനെ കൊന്ന ആളുകളുമായി നീ എങ്ങനെയാ പരിചയത്തിലായത്? സാർ, അവര് യഥാർത്ഥത്തിൽ കൊല്ലാൻ പോവുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശ്യാമപ്രസാദനെ കൊന്നവരുമായിട്ട് സാധകിക്ക് ബന്ധമുണ്ടെന്ന് ആ സ്റ്റേറ്റ്മെന്റ് വിളിച്ചു പറയുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതും ശുഭജിത്തിന് ഒരു കാര്യം ഉറപ്പായി. ഈ കേസ് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലേക്ക് പോകില്ല. ഇതാ തനിക്കൊരു ക്ലൂ ലഭിച്ചിരിക്കുന്നു. മേലുദ്യോഗസ്ഥൻ ഒരു ക്ലൂ ശുഭജിത്തിനെ തേടി വരുമെന്ന് പ്രവചിച്ച് 1 മണിക്കൂർ കഴിയും മുമ്പ് ഇത് ആ ക്ലൂ തേടി വരികയാണ്. കഥ പതുക്കെ പതുക്കെ സാധകി പറഞ്ഞു തുടങ്ങി. സാധകി പഠിച്ചത് കൽക്കത്തയിലെ ഒരു പോഷ് സ്കൂളായ ഡോൺ ബോസ്കോയിലാണ്. ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിച്ചിറങ്ങിയ സാധകിക്ക് 2 കൂട്ടുകാരുണ്ട്. ഒരു അമലൻ ദത്തയും പിന്നെ അരിന്ദാം ഘോഷും. ഇവർ 3 പേരും ഒന്നിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുക. സാധകി വലിയൊരു പണക്കാരന്റെ മകനായതുകൊണ്ട് ഇഷ്ടംപോലെ കാശ് സാധകിക്കുണ്ട്. സാധകി ഇഷ്ടംപോലെ പോക്കറ്റ് മണിയുമായിട്ടാണ് പലപ്പോഴും കൂട്ടുകാരുടെ അടുത്ത് വരുന്നത്. ഇഷ്ടംപോലെ പോക്കറ്റ് മണി കൈവശമുള്ള സാധകി സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. അവർ 3 പേരും കൂടി പലപ്പോഴും ശനിയാഴ്ച ദിവസങ്ങളിൽ റോസ് കോഴ്സിൽ കുതിരപ്പന്തയം കാണാൻ പോകാറുണ്ട്. അവിടെ വെച്ചാണ് അവർ ശ്യാമപ്രസാദിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ശ്യാമപ്രസാദ് അവരോട് ഒരിക്കൽ ഒരു റിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. അയാളുടെ കൈവശം ഏകദേശം 1 കോടി രൂപ വിലയുള്ള ഒരു പ്രത്യേക മോതിരമുണ്ടെന്നാണ് ശ്യാമപ്രസാദ് അവരോട് പറഞ്ഞത്. ശ്യാമപ്രസാദിന് വേറെ ബന്ധുക്കൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കാലശേഷം ആ മോതിരം സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ലെന്നാണ് ശ്യാമപ്രസാദിന്റെ അഭിപ്രായം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മോതിരമൊക്കെ വിറ്റ് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ശ്യാമപ്രസാദിന്റെ ലൈൻ. മോതിരം വിൽക്കാനായി അത് വാങ്ങാൻ പറ്റുന്ന ഒരാളെ സംഘടിപ്പിച്ചു കൊടുക്കുമോ എന്നാണ് ശ്യാമപ്രസാദ് ആ ചെറുപ്പക്കാരോട് ചോദിച്ചത്. അങ്ങനെ ചെയ്താൽ ആ 1 കോടി രൂപ വിലയുള്ള മോതിരം വിൽക്കുമ്പോൾ നല്ലൊരു കമ്മീഷൻ ശ്യാമപ്രസാദ് അവർക്ക് കൊടുക്കാമെന്നും ശ്യാമപ്രസാദ് അവരോട് പറഞ്ഞു. 1 കോടി രൂപ വിലയുള്ള മോതിരം എന്ന് കേട്ടപ്പോ സാധകിക്കും അമലനും ഘോഷിനുമൊന്നും അങ്ങോട്ട് വിശ്വാസമായില്ല. അവർ ആ അവിശ്വാസം ശ്യാമപ്രസാദിന്റെ അടുത്ത് പ്രകടിപ്പിച്ചപ്പോ ശ്യാമപ്രസാദ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, വീട്ടിൽ വന്നാൽ ഞാൻ മോതിരം കാണിച്ചു തരാം. ശ്യാമപ്രസാദ് പറഞ്ഞ അനുസരിച്ച് ആ ചെറുപ്പക്കാർ 3 പേരും ശ്യാമപ്രസാദിന്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ അവർ കണ്ട മോതിരം സാധകയും കൂടെയുള്ള ആളുകളെയും ശരിക്കും ഞെട്ടിച്ചു. 6 മുഖങ്ങളുള്ള ഒരു രത്നമാണ് ആ മോതിരത്തിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പ്രകാശമുള്ള ഒരു രത്നം ആ മോതിരത്തിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ മോതിരവും ആ മോതിരത്തിലെ രത്നത്തിന്റെ പ്രകാശവും അവരെ ഞെട്ടിച്ചു എന്ന് പറയാം. ശരിക്കും വിലപിടിപ്പുള്ള ഒരു മോതിരമാണ്
ശ്യാമപ്രസാദിന്റെ കയ്യിരിക്കുന്നതെന്ന് ആ 3 പേർക്കും ബോധ്യമായി. ശ്യാമപ്രസാദിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ അവർ നേരെ എത്തിയത് പാർക്കിലാണ്. അവർ എല്ലാ ദിവസവും വൈകുന്നേരം പാർക്കിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ആ പാർക്കിൽ അവർക്കൊപ്പം മറ്റൊരാൾ കൂടി കൂടാറുണ്ട്. അയാളുടെ പേര് സഞ്ജയ് എന്നാണ്. സഞ്ജയിന്റെ മുന്നിൽ സാത്വികിയും അമലനും ഘോഷും അവർ കണ്ട കാഴ്ച അവതരിപ്പിച്ചു. അവർക്ക് പരിചയമുള്ള ശ്യാമപ്രസാദ് റോയി എന്ന ആളുടെ വീട്ടിൽ ഒരു അടിപൊളി മോതിരമുണ്ട്. ആ മോതിരത്തിന് 1 കോടി രൂപയ്ക്കാണ് വില പറയുന്നതെങ്കിലും ഒരു 50 ലക്ഷം രൂപ എന്തായാലും കിട്ടുമെന്ന് സാത്വിക്കും കൂടുള്ളവർക്കും ഉറപ്പാണ്. ആ കാര്യമാണ് അവർ സഞ്ജയോട് പറഞ്ഞത്. കഥ കേട്ടപ്പോ സഞ്ജയ്ക്കും അതിലൊരു കൗതുകം ഉണ്ടായി. അന്ന് വൈകുന്നേരം ആ ചർച്ച പൂർണ്ണമായും ശ്യാമപ്രസാദിന്റെ കയ്യിലിരിക്കുന്ന ആ മോതിരത്തെക്കുറിച്ചും മോതിരത്തിലെ രത്നത്തെ കുറിച്ചുമായി. ശ്യാമപ്രസാദിന്റെ കയ്യിലിരിക്കുന്ന ആ രത്നം എങ്ങനെ സ്വന്തമാക്കാമെന്ന ചിന്തയിലേക്ക് പതുക്കെ ആ ടീമിന്റെ സംഭാഷണം എത്തിയപ്പോൾ സാത്വികി അതിനെ എതിർത്തു. സാത്വികി അതിനെ എതിർത്തപ്പോ സാത്വികിയുടെ കൂടെയുള്ള ആളുകൾ സാത്വികിയോട് പറഞ്ഞു, ഈ സാത്വികി, നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, നിനക്ക് പോക്കറ്റ് മണി തരാൻ നിന്റെ അച്ഛനുണ്ട്. ഞങ്ങളുടെ കേസോ? സാത്വികിക്ക് അവർ ചോദിക്കുന്ന കാര്യം മനസ്സിലാകും. അവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആ മോതിരം ശ്യാമപ്രസാദിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റാൽ ഒരു 25 ലക്ഷം രൂപ എന്തായാലും കണ്ണുടച്ചുകൊണ്ട് കിട്ടും. അവര് 4 പേരും ഈക്വലായിട്ട് ആ പണം വിഭജിച്ചാൽ ആൾക്ക് ഒരു 6 ലക്ഷം രൂപ വെച്ച് എന്തായാലും കിട്ടും. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. സാത്വികയ്ക്ക് ആ പണം കൊണ്ട് വലിയ കാര്യമില്ലെങ്കിലും ബാക്കിയുള്ള 3 പേർക്കും ആ പണം വലിയൊരു തുക തന്നെയാണ്. 2007 6-7 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. ശ്യാമപ്രസാദ് റോയിയുടെ കയ്യിരിക്കുന്ന രത്നം അയാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാനായി തുടർന്ന് ആ ടീം തീരുമാനിച്ചു. രത്നവുമായി ശ്യാമപ്രസാദ് റോയിയെ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാൽ ശ്യാമപ്രസാദ് റോയിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം അടിച്ചു മാറ്റാൻ എളുപ്പമാണ്. റോസ് കോഴ്സിൽ ശ്യാമപ്രസാദിനെ കണ്ടപ്പോ സാത്വികിയും ടീമും ശ്യാമപ്രസാദിനോട് ആ മോതിരവുമായി ബയ്യറെ കാണാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ശ്യാമപ്രസാദ് വിസമ്മതിച്ചു. ശ്യാമപ്രസാദ് സാത്വികയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ബയ്യറെ കണ്ടുപിടിച്ചെങ്കിൽ ആ ബയ്യറുമായിട്ട് എന്റെ വീട്ടിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ലാതെ രത്നവുമായിട്ട് അങ്ങനെ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് ശരിയാവില്ല. ശരിക്കും വിലപിടിപ്പുള്ള ആ മോതിരം അങ്ങനെ പരസ്യമായി കൊണ്ടു നടക്കുന്നത് അപകടമാണെന്ന് ശ്യാമപ്രസാദ് പറഞ്ഞത് കേട്ടപ്പോ അവർക്ക് തോന്നി. ശ്യാമപ്രസാദിന്റെ ഭയത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് അവർ സമ്മതിച്ചു. ഇത്രയും കഥ സാത്വികി പറഞ്ഞപ്പോ ശുഭജിത്ത് സാത്വികിയോട് ചോദിച്ചു, അപ്പോ നീയും നിന്റെ കൂടെയുള്ള ആ ഗ്യാങ് ചേർന്ന് ശ്യാമപ്രസാദിനെ കൊന്നുവല്ലേ? സർ, ഞാൻ പോയിട്ടില്ല. അതെന്താ നീ പോവാത്ത? സർ, എനിക്കെന്തോ ഭയം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞത്. നിനക്കെന്താ ഭയം തോന്നിയത്? സർ, സഞ്ജയ് ദത്തിന്റെ സംഭാഷണം എനിക്ക് പേടിയുണ്ടാക്കി. സാത്വികിക്കും കൂട്ടർക്കൊപ്പം എല്ലാ ദിവസവും സംസാരിക്കാൻ പാർക്കിലെത്തുന്ന സഞ്ജയ് ദാദ കാണാൻ തന്നെ ഒരു കുഴപ്പക്കാരനാണെന്നും അയാളുടെ സംഭാഷണം സാത്വികിക്ക് ഭയമുണ്ടാക്കിയെന്ന് തോന്നിയപ്പോൾ സാത്വികി ആ ടീമിന്റെ ആക്ടിവിറ്റിയിൽ നിന്ന് മാറി എന്നാണ് സാത്വികി പറഞ്ഞത്. സർ, 2 ദിവസം കഴിഞ്ഞപ്പോ ഘോഷ് ആ മോതിരം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. സർ, ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി. അയാൾ നിർബന്ധിച്ചപ്പോ ഞാൻ ആ മോതിരം ഇവിടെ കൊണ്ടുവന്നതാണ്. സർ, ആ മോതിരം സുർജിത് ഭായിയെ കാണിച്ചപ്പോ ആ മോതിരത്തിന് 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മോതിരം തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു. പിന്നീട് എനിക്ക് അവരെ കുറിച്ച് ഒരു വിവരവുമില്ല സർ. സർ, ഞാൻ ഇതിനിടയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ശ്യാമപ്രസാദ് ഭായി കൊല്ലപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. സർ, ഭയന്നിട്ടാണ് സർ ഞാൻ ആരോടും പറയാതിരുന്നത്. സാത്വികയ്ക്ക് ആ കൊല നടത്തിയ വ്യക്തികളെ പരിചയമുണ്ടെന്ന് 100% ഉറപ്പായി. കൊല നടത്തിയത് സാത്വികി അല്ലെങ്കിലും കൊല നടത്തിയ ആളെ അറിയാവുന്ന ആളാണ് സാത്വികി എന്നുള്ളത് ശുഭജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായി. ശുഭജിത്ത് സാത്വികിയുടെ കയ്യിൽ നിന്ന് ഘോഷിന്റെ നമ്പർ സംഘടിപ്പിച്ചു. പോലീസ് ഘോഷിന്റെ വീട്ടിലെത്തി. ഘോഷിന്റെ വീട്ടിലെത്തിയപ്പോ വളരെ രസകരമായ ഒരു വിവരമാണ് അവർ അറിയുന്നത്. ഘോഷിന്റെ പിതാവ് റിട്ടയർ ആയ ഒരു സബ് ഇൻസ്പെക്ടറാണ്. മകനെ കുറിച്ച് തിരക്കിയാണ് അവരവിടെ വന്നതെന്ന് കേട്ടപ്പോ റിട്ടയർ സബ് ഇൻസ്പെക്ടറായ അദ്ദേഹം പോലീസിനോട് പറഞ്ഞത് അവന് പല കാര്യങ്ങളും ശരിയല്ലെന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ പലപ്പോഴും രാത്രിയാണ് വരുന്നത്. സാർ, അവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് അവന്റെ വിവരം ഞങ്ങൾ തിരക്കുന്നത്. സാറിന്റെ കയ്യിൽ അവന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ സാർ? ശുഭജിത്ത് അങ്ങനെ ചോദിച്ചതും ആ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ മകന്റെ ഒരു ഫോട്ടോ ശുഭജിത്തിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഘോഷിന്റെ ടെലിഫോൺ നമ്പർ സാത്വികയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന പോലീസ് ഘോഷിനെ കൃത്യമായി ട്രാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഘോഷിന്റെ ഫോട്ടോ ഘോഷിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ശുഭജിത്തിന് കിട്ടിയത്. ആ ഫോട്ടോ അതിവേഗം പോലീസ് സർക്കിളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതും വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന ഘോഷിനെ ഏകദേശം രാത്രി 10 മണിയോടുകൂടി പോലീസ് പൊക്കി. ഘോഷിനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോ പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞത് ഘോഷാണ്. അരുൺദാം ഘോഷ് വളരെ വ്യക്തമായിട്ട് തന്നെ കഥ ശുഭജിത്തിനോട് പറഞ്ഞു തുടങ്ങി. ഈ കൊലപാതകത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സഞ്ജയ് ബൻധാലാണ്. സാത്വികിയും ഘോഷും അമലും പാർക്കിൽ വെച്ച് എല്ലാ ദിവസവും വൈകുന്നേരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന സഞ്ജയ് ബൻധാലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്.
സഞ്ജയ് ബെങ്കാലാണ് ആ മോതിരം വാങ്ങാനുള്ള ബയറുടെ വേഷം കെട്ടുന്നത്. സഞ്ജയ് ബെങ്കാല് വിജയ് സിംഗ് എന്നും വിജയ് റോയ് എന്നും പേരുള്ള രണ്ട് ചെറുപ്പക്കാരെ കൂടെ കൂട്ടി. അവർ രണ്ടുപേരും അയാൾക്കൊപ്പം പല കാര്യങ്ങളും സഹകരിക്കുന്നവരാണ്. രണ്ട് വിജയമാർക്കൊപ്പം അയാൾ പിന്നീട് കൂടെ കൂട്ടിയത് രാജേഷ് എന്ന ആളെയാണ്. രാജേഷ് ഒരു പണക്കാരന്റെ വീട്ടിലെ കാർ ഓടിക്കുന്ന ആളാണ്. സഞ്ജയ് ബെങ്കാലും രണ്ട് വിജയമാരും ഈ രാജേഷും പിന്നെ ഘോഷും കൂടി ആഗസ്റ്റ് 14 വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോ രാജേഷ് കൊണ്ടുവന്ന കാറിൽ സാവധാനം ശ്യാമപ്രസാദ് റോയ് താമസിക്കുന്ന ആ വസതിക്ക് സമീപത്തുള്ള റോഡിലെത്തി. വൈകുന്നേരം 5 മണിയോടുകൂടി കോടതിയിൽ നിന്ന് ശ്യാമപ്രസാദ് റോയ് വരുമെന്ന് അവർക്കറിയാം. പറഞ്ഞതുപോലെ 6 മണി കഴിഞ്ഞപ്പോ അവർ റോഡ് സൈഡിലെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമപ്രസാദ് ആ ഫ്ലാറ്റിലേക്ക് പോകുന്നത് അവർ കണ്ടു. കൃത്യം 6 മണി കഴിഞ്ഞപ്പോ ആ ടീം കാറ് ഒതുക്കിയിട്ടിട്ട് പല വഴികളിലൂടെ നടന്ന് ആ ഫ്ലാറ്റിനടുത്തെത്തി. ഫ്ലാറ്റിലെ 3ാമത്തെ നിലയിൽ അവരെത്തുമ്പോൾ ഘോഷാണ് മുന്നിലുണ്ടായിരുന്നത്. ഘോഷിനെ പരിചയമുള്ള ശ്യാമപ്രസാദ് വാതിൽ തുറന്നു. ശ്യാമപ്രസാദിനോട് സഞ്ജയിനെ കാണിച്ചിട്ട് ഘോഷ് അതാണ് ബയർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഞ്ജയെയും കൂടെയുള്ള ആളുകളെയും അകത്തേക്ക് കയറ്റാൻ ശ്യാമപ്രസാദ് സമ്മതിക്കുന്നത്. അകത്തേക്ക് കയറുന്ന സമയത്ത് സഞ്ജയിനും കൂട്ടർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ശ്യാമപ്രസാദിന്റെ കയ്യിൽ നിന്ന് മോതിരം 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വാങ്ങുക. ആ മോതിരം രത്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആരെങ്കിലും കാണിച്ച് വിലയിട്ടതിന് ശേഷം പണം കൊടുക്കാമെന്ന് ശ്യാമപ്രസാദോട് പറയുക. അതിനിടയിൽ അവിടുന്ന് മുങ്ങുക. അതാണ് സഞ്ജയിന്റെ ടീമിന്റെ ടാർഗറ്റ്. അവരുടെ ടാർഗറ്റ് അറിയാത്ത ശ്യാമപ്രസാദ് മോതിരം അവരുടെ കയ്യിലേക്ക് കൊടുത്തു. മോതിരം വാങ്ങിച്ച് കയ്യിൽ വെച്ച് അത് പരിശോധിച്ച സഞ്ജയിന് ഒരു കാര്യം ബോധ്യമായി. നല്ല വിലപിടിപ്പുള്ള രത്നമാണ് ആ മോതിരത്തിലുള്ളത്. മോതിരം കയ്യിലേക്ക് വാങ്ങിച്ച് സഞ്ജയ് ആ മോതിരം കൂടെയുള്ള 2 വിജയമാരെയും രാജേഷിനെയും ഘോഷിനെയൊക്കെ കാണിച്ചു. ഘോഷ് നേരത്തെ തന്നെ ആ മോതിരം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ശ്യാമപ്രസാദ് അവർ കൗതുകപൂർവ്വം ആ മോതിരം കാണുന്ന കണ്ടപ്പോ അവരോട് പറഞ്ഞു, ഇതിന് 1 കോടി രൂപയെങ്കിലും വില കിട്ടും. എനിക്കൊരു 90 lakhs നൽകിയാൽ മതി. നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ലാഭമാണ്. സഞ്ജയ് ആ മോതിരത്തിലേക്ക് നോക്കിയിട്ട് ശ്യാമപ്രസാദിനോട് പറഞ്ഞു, സാർ, ഈ മോതിരം വിലയുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനെ നമുക്ക് ആരെങ്കിലും കാണിക്കണം. അവരുടെ ഒപ്പീനിയൻ കൂടി അറിഞ്ഞാലേ വാങ്ങാൻ പറ്റൂ. അത് കേട്ടതും ശ്യാമപ്രസാദ് അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? സർ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ ഇത് കടയിൽ കാണിച്ച് അഭിപ്രായം അറിയണം. അതിന് ഈ മോതിരം ഞങ്ങളുടെ തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചിട്ട് വില തരാം. അതൊന്നും പറ്റത്തില്ല. മോതിരം തന്നുവിടാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കാണിക്കണമെങ്കിൽ അവർ ഇവിടെ കൊണ്ടുവരാം. ശ്യാമപ്രസാദ് അങ്ങനെ തീർത്തു പറഞ്ഞതും സഞ്ജയ് പെട്ടെന്ന് ആ മോതിരം അയാളുടെ പോക്കറ്റിലേക്ക് ഇട്ടു. സഞ്ജയ് ആ മോതിരം സഞ്ജയിന്റെ പോക്കറ്റിലേക്ക് ഇടുന്ന കണ്ടതും ശ്യാമപ്രസാദ് ആ മോതിരം എടുക്കാനായി സഞ്ജയിന്റെ നേരെ നീങ്ങിയതും സഞ്ജയ് ശ്യാമപ്രസാദിനെ 2 കൈകളും കൂട്ടിപ്പിടിച്ചു. ആ നിമിഷത്തിൽ വിജയ് സിംഗ് ഒരു തുണി ശ്യാമപ്രസാദിനെ വായിലേക്ക് കുത്തിക്കയറ്റി. ആ നിമിഷത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ഘോഷ് നോക്കി നിൽക്കെ രാജേഷും വിജയ് റോയും കൂടി ശ്യാമപ്രസാദിന്റെ കൈകൾ വലിച്ചു കെട്ടി. വിജയ് റോയും രാജേഷും കൂടി ശ്യാമപ്രസാദിന്റെ കൈകൾ ചേർത്ത് കെട്ടുന്ന ആ സമയത്ത് സഞ്ജയ് കൈകൊണ്ട് ശ്യാമപ്രസാദിന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചു. വായ്ക്കകത്തേക്ക് നേരത്തെ തന്നെ വിജയ് സിംഗ് തുണി കുത്തിക്കയറ്റിയിരുന്നത് കൊണ്ട് ശ്വസിക്കാൻ പറ്റാത്ത ശ്യാമപ്രസാദ് പിടഞ്ഞു മരിക്കുന്നത് ഘോഷ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഘോഷിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾ കണ്ടുകൊണ്ട് നിൽക്കെ ശ്യാമപ്രസാദ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. ശ്യാമപ്രസാദ് മരിച്ചു എന്ന് ഉറപ്പായതും ആ ടീം പതുക്കെ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ അടയ്ക്കാൻ പോലും നിൽക്കാതെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ആ ബിൽഡിങ്ങിന് പുറത്തിറങ്ങി പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി കയറി അവിടുന്ന് സ്ഥലം വിട്ടു. അതിനുശേഷമാണ് ആ രത്നം വിൽക്കാനായി അവർ സാത്തകിയെ സമീപിക്കുന്നത്. സാത്തകി സുർജിത്തിന്റെ അടുത്ത് വരുന്നതും രത്നത്തിന് 10,000 രൂപയിൽ കൂടുതൽ വിലയില്ലെന്ന് പറയുന്നതും അതിനുശേഷമാണ്. സുർജിത്ത് 10,000 രൂപ വിലയുള്ളെന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞ സഞ്ജയ് ആ രത്നം 1-2 ആളുകളിൽ കൂടി കാണിച്ചു. ആ സമയത്താണ് പത്രത്തിൽ ശ്യാമപ്രസാദ് കൊല്ലപ്പെട്ട വാർത്ത ശരിക്കും സെൻസേഷനായി മാറിയത്. പോലീസ് ഘോഷിനെ അറസ്റ്റ് ചെയ്ത വിവരം സഞ്ജയ് അറിഞ്ഞു. അവിടെ മുതൽ സഞ്ജയിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഓട്ടം ആരംഭിക്കുകയാണ്. സഞ്ജയ് ഒരു മൊബൈൽ ഫോൺ കൈവച്ചിട്ടുണ്ട്. അയാൾ ദിവസവും 1 തവണ മൊബൈൽ ഓണാക്കി അയാളുമായി ബന്ധപ്പെട്ട ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കും. പോലീസ് അയാളെ തിരക്കി അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അയാൾ വിളിക്കുന്നത്. അതിനുശേഷം അയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും. അയാളെ തിരക്കിയുള്ള പോലീസിന്റെ ഓട്ടവും സ്വാഭാവികമായും പത്രങ്ങളിൽ വാർത്തയാവുകയാണ്. പോലീസിനെ വെട്ടിച്ച് ഓരോ സ്ഥലത്തു നിന്നും സഞ്ജയ് ഓടി ഒളിച്ചുകൊണ്ടിരുന്നെങ്കിലും അവസാനം പോലീസിന്റെ പിടിയിൽ വീണു. സഞ്ജയിനെ പിടികൂടിയ പോലീസ് അയാളെ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ അയാളുടെ ഒരു കാര്യമാണ് തിരക്കിയത്, എവിടെ ആ മോതിരം. അത് കേട്ടതും സഞ്ജയ് പോലീസിനോട് പറഞ്ഞു, സാർ, ആ മോതിരം
ഞാൻ ഗംഗയിൽ വലിച്ചെറിഞ്ഞു. കൊലപാതകത്തിലേക്ക് നയിച്ച ആ രത്നമടങ്ങിയ മോതിരം അതായിരുന്നു ഏക തെളിവ്. ആ തെളിവാണ് സഞ്ജയ് ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞത്. സ്വാഭാവികമായിട്ടും കേസ് കോടതിയിലെത്തിയപ്പോൾ പോലീസിന് കേസ് തെളിയിക്കാന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയാണ്. പക്ഷേ ശുഭജിത്ത് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ശ്രമകരമായി ഒരു കേസ് ഡയറി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ കേസ് ഡയറിയുടെ അടിസ്ഥാനത്തിലാണ് FIR തയ്യാറാക്കിയത്. ആ FIR ആണ് ചാർജ് ഷീറ്റാക്കി കോടതിയിൽ വന്നിരിക്കുന്നത്. ചാർജ് ഷീറ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. ചാർജ് ഷീറ്റിൽ സൂചിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നടന്നത് എങ്ങനെയെന്നും ആ സംഭവങ്ങളുടെ സാക്ഷികളും ദൃക്സാക്ഷികളും ആരൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കൊലപാതകത്തിൽ ഉള്ളത്. ദൃക്സാക്ഷികൾ ആരുമില്ല. ദൃക്സാക്ഷിയായി വരുന്ന ആളുകൾ കൂടി പ്രതികളായതുകൊണ്ട് തന്നെ ആ പ്രതികളുടെ മജിസ്ട്രേറ്റിന് മുമ്പിലുള്ള മൊഴിയാണ് സർവ്വപ്രധാനം. ഒരാള് അങ്ങനെ മൊഴി കൊടുത്തു. അത് സാക്ഷാൽ ഘോഷാണ്. ഘോഷ് ഒരു മാപ്പസാക്ഷിയുടെ ശൈലിയിൽ 134 അനുസരിച്ച് ഒരു മൊഴി മജിസ്ട്രേറ്റിന് കൊടുത്തിരുന്നു. ആ മൊഴി കോടതിയിൽ നിർണായകമായി. ശ്യാമപ്രസാദ് കൊലപാതക സമയത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പോലീസ് കൃത്യമായ ഇന്റർവെല്ലുകളിൽ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ കോടതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അതിനോടൊപ്പം ഒരു ദൃക്സാക്ഷി അവർക്ക് നിർണായകമായി ലഭിച്ചു. അത് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിലെ ഒരു കക്ഷിയാണ്. അയാളുടെ മകളെ ട്യൂഷന് വിട്ടിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുമ്പോൾ ശ്യാമപ്രസാദിന്റെ ഫ്ളാറ്റിന് കുറച്ചു മാറി ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ ഒരു കാറ് കിടക്കുന്നത് അയാൾ കണ്ടിരുന്നു. ആ കാറല്ല അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, കാറിനടുത്ത് നിൽക്കുന്ന ഘോഷാണ്. ഘോഷിനെ അയാൾക്ക് പരിചയമുണ്ട്. ഘോഷിനെ കണ്ട് അയാൾ സ്കൂട്ടർ നിർത്തി ഘോഷിനോട് സംസാരിക്കുകയും ചെയ്തു. ഘോഷിനോട് സംസാരിച്ചപ്പോൾ ഘോഷ് എന്തിനാ അവിടെ നിൽക്കുന്നതെന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സിനിമയ്ക്ക് പോകാനായിട്ട് ഇതുവഴി വന്നതാണ് എന്ന് ഘോഷ് മറുപടി പറയുകയും ചെയ്തു. ഘോഷ് മറുപടി പറഞ്ഞ ആ സമയവും അയാളുടെ മൊബൈൽ ഫോണിന്റെ സ്ഥാനവും കൃത്യമായിട്ടും കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. അയാളുടെ മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള സകലരുടെയും മൊബൈൽ ഫോൺ ആ സമയത്ത് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവായി. ദൃക്സാക്ഷി അവരെയൊക്കെ കണ്ടതിന്റെ തെളിവുമായി. കൊല നടന്ന ആ ഫ്ളാറ്റിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ആ ചായക്കട. അത് ഒരു നിർണായക തെളിവായി മാറി. കൊലപാതകത്തിന് കാരണമായ മോതിരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദൃക്സാക്ഷി തെളിവും ഘോഷിന്റെ നിർണായകമായ മജിസ്ട്രേറ്റിന് മുന്നിലുള്ള ആ മൊഴിയും സാത്വികിയുടെ വെളിപ്പെടുത്തലുകളും സുർജിത്തിന്റെ വെളിപ്പെടുത്തലുകളും ഒക്കെ ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കഥ അവിടെ മനയപ്പെടുകയാണ്. ആ കഥ കോടതി സ്വീകരിച്ചു. ആ പ്രതികളെ മുഴുവൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ശരിക്കും ശൂന്യതയിൽ നിന്നാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശുഭജിത്ത് തെളിവ് ഉണ്ടാക്കിയെടുത്തതും അവസാനം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയതും. അന്ന് അദ്ദേഹത്തിന് ഒരു ചായ കുടിക്കാൻ തോന്നിയിരുന്നില്ല എങ്കിൽ ഈ കഥ ഇങ്ങനെ അവസാനിക്കുമായിരുന്നില്ല. പല കേസുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കാൻ കഴിയുന്നത് പലപ്പോഴും യാദൃശ്യവശാൽ ലഭിക്കുന്ന ഇത്തരം ചില സാഹചര്യങ്ങളിൽ നിന്നുകൂടിയാണ്. എല്ലായ്പ്പോഴും അങ്ങനെ അല്ലെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ ചില സാഹചര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദൈവമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.